ഹലോ. 2 ദിവസം സമരവും യുദ്ധവും കോഹലവും കലഹവും എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് പതിവ് പോലെ കൊടുത്തു വിടുന്ന ദോശയോ അപ്പോൾ ഒന്നുമല്ല, ഇന്ന് ചോറ് കൊടുത്തു വിടാമെന്ന് കരുതി. കാര്യം 2-3 ദിവസമായിട്ട് ഇവിടെ നിന്ന് ചോറാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ചോറ് വയ്ക്കുന്ന ദിവസം രാവിലെ നേരത്തെ പണി കഴിയും, അപ്പം ചോറ് വെച്ച് കൊടുത്തു വിടുന്നതല്ലേ നല്ലത്. അപ്പം നമുക്ക് വിഷയത്തിലോട്ട് തിരിച്ചു വരാം. ചോറ് വയ്ക്കുന്നുണ്ട്, ഒരുപാട് വെച്ചില്ല, അടുത്ത് നിന്ന് തന്നെ പറയുന്നുണ്ട് കുറച്ച് വയ്ക്കുമേ. സ്കൂളിൽ പോയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഉച്ചയ്ക്ക് ചോറിൽ നല്ല രീതിക്ക് വയറ്റി ചെല്ലുള്ളൂ. അപ്പോഴേക്ക് ഇന്നലെ വന്നപ്പോൾ കുറച്ച് കടപ്പുറത്തുനിന്ന് കൊഴുവയും കൊഞ്ചുമൊക്കെ ധാരാളം കൊണ്ടുവന്നു. അതൊക്കെ വെട്ടി തേച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അത് കുറച്ചെടുത്തിട്ട് ഉപ്പും മുളകും പുരട്ടി പൊരിച്ചെടുത്ത് അതും വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ തോരൻ വെച്ച് അതും വെക്കുന്നുണ്ട്. പിന്നെ കൊഴിച്ചു കൂട്ടാനായിട്ട് കൊടുത്തു വിടുന്നത് പൈനാപ്പിളിൻ്റെ പുളിശ്ശേരിയാണ്. ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം വന്നപ്പോൾ 30 രൂപ കിലോ. അപ്പം ഞങ്ങളുടെ 5-6 മേടിച്ച് ജ്യൂസൊക്കെ അടിക്കാമല്ലോ. അപ്പം അതിനകത്തുനിന്ന് ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ പൈനാപ്പിൾ പുളിശ്ശേരി അങ്ങ് വെച്ചു. അപ്പം അടുത്ത് നിന്ന് പറയുന്നത് കൊണ്ടാണ് ഉണക്കമുളകും കടുകും ഒന്നും ഇടാതെ ഞാൻ താളിക്കുന്നതിന് മുമ്പേ ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ താളിക്കത്തേ വയ്ക്കുള്ളൂ. അങ്ങനെ ടിഫിനായിട്ട് കൊടുത്തു വിടുന്നത് ലോട്ടൽ ചോക്കോപ്പയുടെ 2 ബിസ്ക്കറ്റാണ്. അത് കൊടുത്തു വിടാൻ പാടില്ല, മിസ് സീനാണ്. എങ്കിലും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്, വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.